ഹലോ, നല്ല നമസ്കാരം. പുതിയ ഓസ്ട്രേലിയൻ മൂവി ബീസ്റ്റ് ഓഫ് വാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ആക്ഷൻ മൂവി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സൈനികരെ യുദ്ധരംഗത്ത് ഇറക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ സൈന്യത്തിലെ ഉയർന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രണ്ട് കമാൻഡോസ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ബോർഡറിലുള്ള ഒരു ദ്വീപിലേക്ക് കുറേ ന്യൂജൻ സോൾജേഴ്സുമായിട്ട് പരിശീലനത്തിന് എത്തുകയാണ്. ട്രെയിനിങ്ങിനിടയിൽ ഒരു ടാസ്ക് നൽകുകയും 4 മണിക്കൂറിനുള്ളിൽ കാടും മലയും കടലും കടന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന കർശന നിർദ്ദേശവും, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കടൽ യാത്രയിൽ അവർക്ക് നേരെ ജപ്പാൻ സൈന്യം ആക്രമണം അഴിച്ചുവിടുകയും കടലിൽ നിന്നും സ്രാവിൻ്റെ ഭീകര താണ്ഡവം ഒരേ സമയം നേരിടേണ്ടി വരുന്ന സൈനികർ ടാസ്ക് പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് എങ്ങനെ മടങ്ങി വരുന്നു എന്നതാണ് ഇതിൻ്റെ വൺ ലൈൻ. വെറും 1.5 മണിക്കൂർ താഴെയുമുള്ള ഒരു കൊച്ചു സിനിമയാണ്. മെൽബൺ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കങ്കാരുവിന് ശേഷം രണ്ടാമത്തെ ജനപ്രീതിയുള്ള സിനിമയാണ് ബീസ്റ്റ് ഓഫ് വാർ. അങ്ങനെയുള്ള ഒരു സിനിമ എന്നെ കാണാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. ഈ സിനിമ നാളെയാണ് തിയേറ്ററിൽ എത്തുന്നത്. ഇന്ന് പ്രീമിയർ ഷോ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. സംസാരം കുറച്ച് കൂടുതൽ ആക്ടിങ്ങും ആക്ഷനും പ്രാധാന്യം നൽകിക്കൊണ്ട് തുടക്കത്തിലെ കുറച്ച് ഒരു 10-20 മിനിറ്റ് ഇത്തിരി ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ സോൾജേഴ്സും യുദ്ധഭൂമിയിൽ എങ്ങനെയാണ് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ എങ്ങനെ അവർ അതിജീവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. അത് നല്ല ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ നമ്മൾ മലയാളത്തിൽ കേട്ടു പരിചയമുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മലവെള്ളം പോലെ വരുന്നതിനെ നേരിടുന്നവൻ വീരൻ, അല്ലെങ്കിൽ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്നവൻ ഭീരു എന്ന് പറയുന്നത് പോലുള്ള അതിന് സമാനമായിട്ടുള്ള ഒരു ഡയലോഗ് ഈ സിനിമയിൽ തന്നെയുണ്ട്. നമ്മുടെ കൺമുൻപിൽ നടക്കുന്നതും നമ്മുടെ കൺട്രോളിലല്ല, പക്ഷേ ആക്കുന്നവൻ സോൾജിയറും മരിക്കുന്നവൻ ഭീരുവും അല്ലെങ്കിൽ പരാജിതനും എന്നുള്ള ആ ഒരു സംഭവം. അതോടൊപ്പം തന്നെ ഈ കാട്ടിൽ ഭീകരമായ ഒരു യാത്ര, കഠിനമായ മലകയറ്റം, മരണത്തെ മുഖാമുഖം കാണുന്ന കടൽ യാത്ര, നല്ലതുപോലെ ഈ 3 വിഭാഗത്തെയും എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സംവിധായകൻ കിയോറോപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകാശത്തു നിന്നും ജപ്പാനീസ് സൈന്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വെടിയൊച്ചകൾ കൂടെയുള്ള ആ വെടിയൊച്ച കാരണം കൂടെയുള്ള സോൾജിയേഴ്സിന് തലപൊട്ടി രക്തം ഒലിക്കുകയാണ്. ആ രക്തത്തെ പിന്തുടർന്ന് ഒരു സ്രാവ്, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി നായകൻ മാർക്ക് കോൾസിയസിന് ശരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണും നോട്ടവും ചലനവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആക്ടിങ്ങിൽ ഇതൊക്കെയെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. അതോടൊപ്പം തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാർക്ക് സ്മിത്ത്, അതോടൊപ്പം തന്നെ ജോയൽ ഡാൻവീഴ്സ്, ലീ ടൈഗർ ഗാലി, സാം ഡെച്ചി, മാക്സിയൻ ജോൺസൺ, അങ്ങനെ എല്ലാവരും തന്നെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചിട്ടുണ്ട്, പിച്ചെടുത്ത് എന്ന് തന്നെ ഞാൻ പറയും. അതോടൊപ്പം തന്നെ ഈ സിനിമ ഒരു പീരിയഡിക് മൂവി ആയതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെയധികം പല സീനുകളെയും ഒരു ഹൊറർ ടച്ച് നൽകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. 80കളിലെ ആക്ഷൻ ഹൊറർ മൂഡ് കൊണ്ടുവരാൻ വേണ്ടി CGI എഫക്റ്റുകൾക്ക് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ട് വർക്കും നന്നായിട്ട് തന്നെ നല്ല രീതിക്ക് പണി ചെയ്തിട്ടുണ്ട്. ആ സ്രാവും കപ്പലിൻ്റെ സീനും മലയും ഒക്കെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിലെ കുറേ നല്ല അണ്ടർ വാട്ടർ സീനുകളൊക്കെ ഉണ്ട്. അത് നല്ല രസമുള്ള ഒരു സാധനം. അതോടൊപ്പം തന്നെ ഇതിനെ ഭയപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സീറ്റ് എഡ്ജ് പെർഫോമൻസ് തരാൻ വേണ്ടി ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം ഇതിൻ്റെ ഗ്രാഫിക്സും VFXും ഒക്കെ നന്നായിട്ട് കട്ടപ്പണി എടുത്തിട്ടുണ്ട് എന്ന് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ വല്ലപ്പോഴൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തോന്നി. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൾ ദി സീൻസ് വി ആർ പ്രെഡിക്റ്റബിൾ. ഇതിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാമായിരുന്നു.
തകരുന്ന കപ്പലിനകത്തു നിന്നും ജീവൻ ബാക്കിയുള്ള മനുഷ്യർക്ക് സംഭവിക്കുന്നതൊക്കെ നമ്മളൊക്കെ മുൻകാലങ്ങളിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ അതേ പാറ്റേൺ തന്നെയാണ് ഇതിലും ഇത് പിന്തുടർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആപ്പിൾ ടി വിയിൽ എന്തോ ഇതേപോലുള്ള ഒരു സിനിമ, ജപ്പാനീസ് സൈന്യം ഇതിടക്ക് കടലിൽ ആക്രമണം നടത്തി കപ്പൽ തകർന്നു പോവുകയും അപ്പോൾ ആ കപ്പലിലുള്ള കുറേ ആൾക്കാർ രക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ കുറച്ച് പേര് നീന്തി ഇടയിൽ മരിച്ചു പോവുകയും ചിലർ മുങ്ങി മരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് സീനുകളൊക്കെ ഉള്ള ഒരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതേ ഉള്ളൂ. ഇത് ശരിക്കും ജപ്പാനീസ് സൈന്യം ആക്രമിക്കുന്നതാണ്. അതിനകത്ത് ആ കപ്പലിനകത്തുള്ളതെല്ലാം സോൾജേഴ്സ് ആയിരുന്നു. അവരുടെ ഒരു സർവേർ ഒരു മൂവി ഞാൻ ഇടയ്ക്ക് കണ്ടതേ ഉള്ളൂ. അത് എൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ മെയിൻ കണ്ടൻറ്റിലേക്ക് വരാനുള്ള ഒരു ട്രാവൽ ടൈം ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഷോർട്ടാക്കിയെങ്കിൽ അല്പം കൂടി നന്നായിട്ട് ക്രിസ്പി ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ജപ്പാനീസ് എയർക്രാഫ്റ്റിൻ്റെ സംഭവം വളരെയധികം ഒരു സിനിമാറ്റിക് മോൾഡ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പല കഥാപാത്രങ്ങളെയും ഡീറ്റെയിൽ ചെയ്യാനും ഇവർ മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല, എന്തോ സിനിമ ചുരുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് എന്താ ഇത് തോന്നുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഹൊററാണോ, അതൊരു ആക്ഷനാണോ, അല്ലെങ്കിൽ ഒരു വാർ മൂവിയാണോ, അതോ ഇനി സർവേറാണോ എന്നൊക്കെ ഒരു സംശയം നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ കൊടുത്ത പണം മുതലാക്കാം. ഒരു തിയേറ്ററിക്കലി വൺ ടൈം വാച്ചബിൾ ഒരു 5-ൽ 4 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സിനിമയാണ് ബീസ്റ്റ് ഓഫ് വാർ. താങ്ക് യു.